ചങ്ങായിമാർ, നമ്മളെ കേരളത്തിൽ ഒരു മാധ്യമം ഒഴികെ ബാക്കി എല്ലാ മാധ്യമങ്ങളും 2 ദിവസമായി കണ്ണടച്ച ഒരു വാർത്തയാണ് പാലക്കാട് നടന്ന BJPയുടെ ഒരു വൻ വോട്ട് ചോരി. ആ വിഷയത്തിൽ കണ്ണടക്കാതെ വാർത്ത കൊടുത്ത ഒരേ ഒരു മാധ്യമമേ ഉള്ളൂ, അത് നമ്മുടെ മീഡിയ വണ്ണാണ്. മീഡിയ വണ്ണിന് ആദ്യമേ ഒരു ബിഗ് സല്യൂട്ട്. നമ്മളെ കേരളത്തിൽ ഒരു വോട്ട് ചോരി നടക്കൂല എന്ന് പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസുകാർക്കും CPMകാർക്കും ലീഗുകാർക്കും ഇനിയെങ്കിലും കണ്ണു തുറന്ന് കാണാം പാലക്കാട് നടന്ന വൻ വോട്ട് ചോരി. ഈ വോട്ട് ചോരിയൊക്കെ നടക്കുന്നത് BJPക്ക് ഭൂരിപക്ഷമുള്ള മേഖലകളിലാണെന്ന് കൂടി ഇവരൊക്കെ ഒന്ന് ഓർക്കണം. പക്ഷെ ഇതിന്റെ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം വെച്ചാൽ ഈ വാർത്തകളൊന്നും നമ്മളെ കേരളത്തിലെ ചാനലുകൾ വാർത്തയാക്കുന്നില്ല, ചർച്ചയാക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ എന്തായാലും മീഡിയ വൺ 2 ദിവസമായിട്ട് ഈ വാർത്ത നല്ലോണം കൊത്തിപ്പോക്കുന്നുണ്ട്, അത് പരമാവധി ചർച്ചയാക്കാൻ നോക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലെങ്കിലും നമ്മളെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ മറ്റു മാധ്യമങ്ങളും ഇത് വാർത്തയാക്കും, ചർച്ചയാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മീഡിയ വൺ കൊടുത്ത കുറച്ച് വാർത്തകൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. SIR-മായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു എന്യൂമറേഷൻ ഫോം നൽകാനുള്ള അവസാനത്തെ തീയതി. ഇന്നിപ്പോൾ ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് പുറത്തു വരികയാണ്. അപ്പോൾ ഒഴിവാക്കപ്പെട്ട ആളുകളുടെ എണ്ണം നോക്കുമ്പോൾ കുറെ അധികം പേരുടെ എണ്ണം കൂടുതൽ പാലക്കാട്ട് കാണുന്നു. അതും BJP കേന്ദ്രങ്ങൾ, BJP ശക്തി കേന്ദ്രങ്ങളിലാണ് അവിടെ ഒരുപാട് ആളുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. അവരൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പാലക്കാട് നഗരത്തിലെ BJP കേന്ദ്രങ്ങളിലെ അജ്ഞാത വോട്ടുകളാണ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത്. SIR-ൽ വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്തതിനാലാണ് ഇത്രയും പേര് ഒഴിവാക്കിയിരിക്കുന്നത്. BJP ശക്തി കേന്ദ്രങ്ങളിലെ ബൂത്തുകളിൽ 50 മുതൽ 65% പേരെയും BLOമാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ന്യായീകരണമാണ് പറയുന്നത്. ഇത്രയധികം ആളുകൾ BJP കേന്ദ്രങ്ങളിലെ ബൂത്തുകളിൽ എങ്ങനെ കടന്നുകൂടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സാജിദ് അജ്മൽ പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകും. സാജിദ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ BJPയുടെ ഒരു ശക്തി കേന്ദ്രങ്ങളിൽ ഇത്രയധികം ആളുകളെ BLOമാർ അവരുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും വളരെ നന്നായി BLOമാർ അവരുടെ കൃത്യം നിർവഹിച്ചു. അതിനിടയിൽ ഇത്രയും അധികം ആളുകളെ ഒരു സ്ഥലത്തൊക്കെ കാണാതാകുന്നത് വളരെ ദുരൂഹമായി തന്നെ തോന്നുന്നുണ്ട്. എവിടെയാണ് ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്? എന്ത് വിശദാംശങ്ങളാണ് സാജിദിന് ലഭിക്കുന്നത്? ഈ SIR നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിൽ അതിനെ അനുകൂലിച്ച ഏക രാഷ്ട്രീയ പാർട്ടി BJP ആണ്. അതിന്റെ തുടക്കത്തിലെ പണി കിട്ടിയിരിക്കുന്നത് BJPക്കാണ്. ഈ BJPക്ക് ഇനി ഇതിൽ വലിയ പരാതി പറയാൻ കഴിയില്ല. കാരണം ഇത് ഉള്ള ആളുകളെ വെട്ടിമാറ്റിയതല്ല, അജ്ഞാതരായ ആളുകളാണ്. BJPയുടെയും RSSന്റെയും കോട്ട കൊത്തളങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലങ്ങളിൽ ഇത്രയും കാലം ഇല്ലാത്ത വോട്ടുകൾ ചെയ്തതാണോ എന്ന സംശയം, വോട്ട് ചോദ്യവുമായി ബന്ധപ്പെട്ട സംശയമാണ് ഉയരുന്നത്. അത്രമേൽ ആളുകളെയാണ് വെട്ടിമാറ്റിയിരിക്കുന്നത്. അതിൽ പാലക്കാട് മണ്ഡലത്തിൽ മൊത്തം 32,165 പേരെ വെട്ടിമാറ്റിയിരിക്കുന്നു. ഈ പാലക്കാട് നഗരത്തിലെ BJPയുടെ ചില ബൂത്തുകളുടെ ഉദാഹരണങ്ങൾ മാത്രം നമുക്ക് നോക്കാം. ബൂത്ത് നമ്പർ 63 വടക്കന്തറ ഡോക്ടർ നായർ GUP സ്കൂളിലെ ബൂത്താണ്. ഇവിടെ 470 പേരെയാണ് വോട്ടർമാരെ അജ്ഞാതരായി കണ്ടെത്തിയത്. അതായത് 470 പേരെയാണ് ഇവിടെ നിന്ന് ഒഴിവാക്കിയത്. ഇതിൽ 305 പേരും അജ്ഞാതരാണ്. അതായത് BLOമാർക്ക് ഈ എന്യൂമറേഷൻ ഫോമുമായി ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല, ഇവരുടെ ബന്ധുക്കളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഇവരുടെ അയൽവാസികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് ഒഴിവാക്കുന്നത്. ഈ കണ്ടെത്താൻ കഴിയാതിരുന്ന കള്ളവോട്ടിന്റെ ടീം മൊത്തം ഉണ്ടല്ല, കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നല്ലോണം വോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാലോചിക്കട്ടെ, പാലക്കാട് മണ്ഡലത്തിൽ മാത്രം 32,000 കള്ളവോട്ടുകൾ, അതും BJPക്ക് ഭൂരിപക്ഷമുള്ള മേഖലകളിൽ മാത്രം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കള്ളവോട്ടുകാരനല്ല, ആരും തപ്പിട്ട് കാണാതിരുന്ന കള്ളവോട്ടുകാർ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തെന്നുള്ള വാർത്തയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. SIR-ൽ കണ്ടെത്താൻ കഴിയാതിരുന്ന പാലക്കാട്ടെ വോട്ടർമാരിൽ പലരും ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയതായിട്ടുള്ള രേഖകൾ കൂടി വരുന്നുണ്ട്. BJP ശക്തി കേന്ദ്രങ്ങളിൽ കണ്ടെത്തിയ ഈ അജ്ഞാത വോട്ടർമാരാണ് കഴിഞ്ഞ നവംബറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. SIR കണക്കെടുപ്പിൽ ഇവരെ അജ്ഞാതരെന്ന ഗണത്തിൽപ്പെടുത്തി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതോടെ വോട്ട് ചോരി നടന്നെന്ന ആരോപണമാണ് ഉയരുന്നത്. ഈ ലാപ്ടോപ്പ് സ്ക്രീനിലുള്ളത് SIR-ന്റെ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളുടെ വിവരങ്ങളാണ്. എന്റെ കയ്യിലും മേശപ്പുറത്തും ഉള്ളത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയാണ്. 1 വർഷം മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഈ അൺട്രേസബിൾ എന്ന് SIR-ൽ കാണിക്കുന്ന പല ആളുകളും വോട്ട് ചെയ്തു. 1 വർഷം മുൻപ് അജ്ഞാതരല്ലാത്ത ആളുകൾ, പോളിംഗ് ബൂത്തിൽ എത്തിയ ആളുകൾ 1 വർഷം കൊണ്ട് എങ്ങനെയാണ് അജ്ഞാതരായി മാറിയത്? ഈ അജ്ഞാതർ സ്ഥിരമായി പാലക്കാട്ടെ BJP കേന്ദ്രങ്ങളിലെത്തി വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൂത്ത് നമ്പർ 36 ശ്രീരാംപാളയത്തെ ബൂത്തിലെ ക്രമനമ്പർ 27, 79, 87 തുടങ്ങിയ വോട്ടർമാരെ SIR-ൽ കണ്ടെത്താൻ കഴിയാത്തതിനാൽ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റി. എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇവർ വോട്ട് ചെയ്തിട്ടുണ്ട്. കർണകി സീനിയർ ബേസിക് സ്കൂളിലെ ബൂത്ത് നമ്പർ 55-ലെ ക്രമനമ്പർ 6, 7, 165, 180 തുടങ്ങിയവർ SIR-ൽ അജ്ഞാതരാണ്. ഇവരും ഉപതെരഞ്ഞെടുപ്പിൽ ബൂത്തിലെത്തി വോട്ട് ചെയ്തു. BJP ശക്തി കേന്ദ്രങ്ങളിൽ ഇത്തരം വോട്ടർമാരിലൂടെ വോട്ടുകൊള്ള നടക്കുന്നുവെന്ന ആരോപണമാണ് ഇതോടെ ശക്തിപ്പെടുന്നത്. നോക്കിയാട്ടെ, ഇത്രയും ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായിട്ട് മീഡിയ വണ്ണൊഴികൾ ഒരു ചാനൽ പോലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചാനലിനെ മാത്രമല്ല ഞാൻ കുറ്റം പറഞ്ഞത്, കേരളത്തിലെ മറ്റുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനെതിരെ പ്രതിഷേധിച്ചില്ല, ഇത് ചർച്ചക്കെടുത്തില്ല.
കോൺഗ്രസിനും CPM-നും ലീഗിനും ഒരു അഹങ്കാരമുണ്ട്. ഈ കേരളം ഒരിക്കലും BJP കിട്ടില്ല. ഇതിങ്ങനെ ഈസി ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭരിച്ചു നടക്കാന്നാണ് ഇവരുടെയൊക്കെ ധാരണ. ഇതേ പോക്കാണ് കണ്ടില്ല നിങ്ങളെ അധാരണ. BJP-ക്കാർ പൊളിച്ച് കൈ തരും, കള്ളത്തരം കാണിക്കാൻ വേണ്ടിട്ട് അവരെ കഴിഞ്ഞിട്ടേ ആളുകളുള്ളൂന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ വീഡിയോ മണ്ണിലെ നിഷാദ് റാവത്തർ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നല്ലോണം കൊടുക്കുന്നുണ്ട്. കണ്ണടച്ച് കിടക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും നിഷാദ് റാവത്തർ കൊടുക്കുന്നത് കണ്ടിട്ട് വന്നാലോ? വാ. പക്ഷെ അതെന്താണ് ഇതൊരു ചർച്ചയാകാത്തത്? അത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഇപ്പൊ നോക്കൂ, ഇതിപ്പോ ഈ ആളുകളുടെ കാര്യം തൃശ്ശൂരിലേക്ക് പോയി നോക്കൂ. തൃശ്ശൂരിൽ നമ്മൾ ആദ്യം കൊണ്ടുവന്ന വാർത്ത എന്തായിരുന്നു? ഒരു ഫ്ളാറ്റിൽ 8 പേര് കൂട്ടിയിരിക്കുന്നു. ആ ഫ്ളാറ്റ് ഉടമയ്ക്ക് അറിയില്ല ഇവരാരാണെന്ന്, ഈ 8 പേർക്ക് പരസ്പരം അറിയില്ല ഇവരൊക്കെ ആരാണെന്ന്. എന്നിട്ട് അതിൽ പരാതിയില്ലാത്ത ഒരേ ഒരു പാർട്ടി BJP ആണ്. BJP-യുടെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ കള്ള വോട്ട് നടന്നിരിക്കുന്നു എന്ന പരാതി അന്നത്തെ ഞാൻ BJP-യുടെ അനീഷ് കുമാർ എന്ന മുൻ ജില്ലാ പ്രസിഡന്റ് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് പരാതിയില്ല. അദ്ദേഹം നോക്കട്ടെ എന്നൊക്കെ പറയണം. ഒരു പ്രശ്നവും BJP സ്റ്റേറ്റ് ലെവലിലോ അല്ലെങ്കിൽ ജില്ലാ തലത്തിലോ ഉന്നയിച്ചിട്ടില്ല. CPI-ക്കാർ വലിയ തോതിലുള്ള പരാതിയുമായിട്ട് വന്നു, UDF അതിൽ പരാതിയുമായിട്ട് വന്നു. അതിനപ്പുറം പോയാൽ അത് ഇവിടെ എത്തി. അപ്പോൾ ഈ പരാതിയില്ല നോക്കൂ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലും പുറത്തും ഉയർത്തുവരുന്ന എല്ലാ പ്രശ്നങ്ങളിലും പരാതിയില്ലാത്ത ഏക കക്ഷി BJP ആണ്. പരാതിയില്ലാതിരുന്നുകൊണ്ടാണ്. പരാതിയില്ലാത്ത ആൾ ബെനിഫിഷ്യറി ആയിരിക്കും. ബെനിഫിഷ്യറിക്കാണ് പരാതിയില്ലാത്തത്, ബാക്കി ആൾക്ക് പരാതി ഉണ്ടാവുള്ളൂ. ഇത് എന്തുകൊണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ എടുക്കുന്നില്ല എന്നൊരു പ്രശ്നം അവിടെയുണ്ട്. കേരളത്തിൽ വോട്ട് ചോരി നടക്കാനോ? ഇവിടെ ഇത്രയും ഗ്രാസ് റൂട്ട് ലെവൽ പെനട്രേഷനുള്ള CPI-ഉം കോൺഗ്രസ് ഒക്കെ ഉള്ള പാർട്ടികളപ്പോൾ ഇവിടെ അട്ടിമറി നടക്കുന്നതല്ലേ വിചാരിച്ചുകൊണ്ടത്. ആ വിചാരിച്ചുകൊണ്ടിരുന്ന ഇടയിലൂടെയല്ലേ തൃശ്ശൂർ അങ്ങ് പോയത്. എത്ര വോട്ട് അവിടെ മാറ്റി ചെയ്തു. അതിനുശേഷം ഇപ്പം നടക്കുന്ന SIR നമ്മൾ സൂക്ഷ്മത പാലിച്ചാൽ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കോൺഗ്രസിന് അന്ന് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി വോട്ട് ചോരി നടത്തിയ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ ചില സൈദ്ധാന്തികർ എഴുതിയത് നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും കോൺഗ്രസിന് ഗ്രാസ് റൂട്ട് ലെവലിൽ ആളില്ല, ബൂത്തിലിരിക്കാൻ ആളില്ല, പാർട്ടി നിങ്ങളുടെ ശുഷ്കമാണ്, അതുകൊണ്ട് അവിടെ പലതും നടക്കും, അട്ടിമറി നടക്കും. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതാണ്. ഇവിടെ പാർട്ടി സുസജ്ജമായിട്ടുള്ള CPI-എം സുസജ്ജമായിട്ടുള്ള ഒരു നാടല്ലേ കേരളം. ഇവിടെ എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ നഷ്ടപ്പെട്ടു പോയി? ഇവിടെ ഇങ്ങനെ ഇത്രയും ആൾക്കാർ വോട്ട് ചെയ്തു? ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഈ പാർട്ടികൾക്ക് താഴെ തട്ടിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ടച്ചുള്ള പാർട്ടികൾക്ക് അറിയാൻ പറ്റാതെ പോയത്? കേരളം ഒരു വളരെ സുരക്ഷിതമായ സംസ്ഥാനമാണ്. ഇവിടെ ഭയങ്കര പൊളിറ്റിക്കലി നമ്മളെല്ലാവരും ഭയങ്കര വിജിലന്റ് ആണ്. ഇവിടെ വലിയ പാർട്ടികളുണ്ട്, അതുകൊണ്ട് ഇവിടെ നടക്കില്ല. വെറുതെ വിചാരിക്കുകയാണ്. സംവിധാനം മൊത്തം അവരിലാണ്. തൃശ്ശൂരിലെ വോട്ടെടുപ്പിന്റെ അവസാനത്തെ പട്ടിക വന്നപ്പോൾ അന്നത്തെ കളക്ടറോട് ഭരണാധികാരിയോട് പറഞ്ഞു, ഈ അന്ന് KP രാജേന്ദ്രൻ CPI-യുടെ പരാതി കൊടുത്തു, ഇത് മൊത്തം പ്രശ്നമാണെന്ന്. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ തൽക്കാലം വോട്ടർ പട്ടികയുള്ള എല്ലാവരും വോട്ട് ചെയ്യട്ടെ എന്നാണ്. എന്നിട്ട് അവസാനം എന്താ വന്നെന്നറിയാലോ? അന്നും പരിശോധിച്ചില്ല കമ്മീഷൻ, ഇന്നും പരിശോധിക്കില്ല കമ്മീഷൻ. ഓർക്കണം, കമ്മീഷന്റെ താല്പര്യം വളരെ വിസിബിൾ ആണ് അവിടെ നിന്ന് കാണുക. അപ്പോൾ അധികാരം സംവിധാനം അവരുടെ കയ്യിലാണ്, അവരതുകൊണ്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് അതിനെ പൊളിറ്റിക്കലി ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി ചെറുക്കുമെന്ന് പറഞ്ഞില്ല. അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഈ സമയം. വേറൊന്ന്, BJP വോട്ട് ചോരി നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഉത്തർപ്രദേശിലെയോ അല്ലെങ്കിൽ ഹരിയാനയിലെയോ ഒക്കെ ഉള്ള ഒരു പരിപാടി മാത്രമാണെന്നല്ല. BJP ഒരു നാഷണൽ പാർട്ടിയാണ്. അവർക്ക് ഒറ്റ മോഡസ് ഓപ്പറണ്ടിയാണ് എല്ലായിടത്തും ഉള്ളത്. അത് തൃശ്ശൂരിലും കാണാം, ഉത്തർപ്രദേശിലും കാണാം, അല്ലെങ്കിൽ ഹരിയാനയിലും എല്ലായിടത്തും കാണാം. നിഷാദ് റാവത്തർ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കേരളത്തിലെ ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങളെല്ലാം നേരായ മാർഗത്തിൽ നടത്തുന്ന വിചാരിച്ചിട്ടാണ് കോൺഗ്രസുകാർ, CPM-മാർ, ലീഗുകാർ ഇരിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ പരമായി ഇരുത്തം മാത്രമാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കണ്ണ് തുറന്നില്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ കണ്ണ് തുറക്കാൻ പോയിട്ട് മുള്ളാൻ പോലും നിങ്ങൾക്ക് സമയം BJP തരൂല. അതുകൊണ്ട് ഇമാതിരി തട്ടിപ്പല്ല മുത്തേനേതിൽ മാത്രമേ BJPക്ക് നടപ്പിലാക്കാൻ പറ്റുന്നുള്ള ആ തെറ്റിദ്ധാരണ മാറ്റിയിട്ട് ഇന്ത്യയിൽ എവിടെയും ഈ വോട്ട് ചോരി എന്ന തട്ടിപ്പ് BJPക്ക് നടത്താനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കാൻ എല്ലാ പാർട്ടിക്കാരും തയ്യാറാകണം. 100 കള്ളവോട്ടല്ല കണ്ടുപിടിച്ചത്. BJPക്ക് സ്വാധീനമുള്ള പാലക്കാട് ചെറിയ മേഖലയിൽ മാത്രം 32,000 കള്ളവോട്ടാണ് കണ്ടുപിടിച്ചത്. ഇത്രയും വലിയ സംഭവം നടന്നിട്ടും ഒന്നും കാണാത്ത കേരളത്തിലെ മറ്റുള്ള മാധ്യമങ്ങളോട് പുച്ഛം മാത്രം. നിങ്ങൾക്കിപ്പോഴും അശ്ലീല കഥകളുടെ പിന്നാലെ പോകാനേ നേരമുള്ളൂ കേരളത്തിലെ നാറിയ മാധ്യമങ്ങളെ. പക്ഷെ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്ന ഈ വാർത്ത ശക്തമായി കേരളത്തിന്റെ പൊതുബോധത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന മീഡിയ വണ്ണിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സൂലാൻ.